നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹൈവാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ എന്റെ പപ്പ തന്റെ ജീവിതത്തിലെ പോരാട്ടത്തിന്റെയും ത്യാഗത്തിന്റെയും കഥ പറഞ്ഞിരുന്നു. ഇന്ന് പപ്പയുടെ കുറ്റബോധവും എന്റെ വാക്കുകളിലൂടെ അദ്ദേഹത്തിലുണ്ടായ അസാധാരണമായ മാറ്റവും നിങ്ങൾ കേൾക്കും. ഒപ്പം എന്റെ രാത്രിയിലെ ഉറക്കം കെടുത്തിയ ആ അവിശ്വസനീയമായ കോളും. പിതാവിന്റെയും മകളുടെയും ഹൃദയ പരിവർത്തനം. പശ്ചാത്തതാപവും അഭിമാനവും. പപ്പ തന്റെ പരാജയം സമ്മതിച്ചു. നിന്റെ ഇഷ്ടപ്രകാരം പഠിക്കാൻ ഞാൻ നിനക്ക് അവസരം നൽകിയില്ല. ഇതുവരെ നിന്റെ വിവാഹം നടത്തിത്തരാനും എനിക്ക് കഴിഞ്ഞില്ല. ഒരു പിതാവെന്ന നിലയിൽ ഇത് എന്റെ പരാജയമാണ്. എന്നാൽ ഞാൻ ഉടൻ തന്നെ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. കാരണം അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങളാണ് അദ്ദേഹത്തെ അസാധാരണനാക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. ടെലിപ്പതിയുടെ തെളിവ്. ഞാൻ ആഗ്രഹത്തോടെ സ്വപ്നിലിനെ സ്മരിച്ചു. അതേസമയം പപ്പ എന്റെ അമേരിക്കൻ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചു. ഞാൻ വളരെ ആവേശത്തോടെ അവിടുത്തെ എന്റെ അനുഭവങ്ങൾ വിവരിച്ചു. മാറ്റത്തിന്റെ സങ്കല്പം. പപ്പ അഭിമാനത്തോടെ പറഞ്ഞു, നിന്നെ ഞാൻ തൃശ്ശിനാപ്പള്ളിയിൽ പഠിക്കാൻ വിട്ടിരുന്നെങ്കിൽ ഇന്ന് നീ ഒരു വിജയകരമായ എഞ്ചിനീയറായി ഒരുപക്ഷെ അമേരിക്കയിൽ തന്നെ താമസിക്കുമായിരുന്നു. പപ്പയുടെ ഈ വാക്കുകൾ എനിക്ക് ഒരു പ്രതീക്ഷ നൽകി. ഞാൻ അമേരിക്കയിൽ താമസിക്കുന്നതിനെ അദ്ദേഹം ഇനി എതിർക്കില്ലെന്ന്. പ്രണയത്തിന്റെ സംതൃപ്തി. സ്വപ്നിലുമായുള്ള എന്റെ വിവാഹത്തിന് ഇനി തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് എനിക്ക് പ്രതീക്ഷ തോന്നി. ജ്യേഷ്ഠമാസത്തിലെ കടുത്ത വെയിലിൽ ദാഹിച്ചു വലഞ്ഞ ഭൂമിക്ക് ആഷാഢ മാസത്തിലെ ആദ്യ മഴ നൽകുന്ന തൃപ്തി പോലെ സ്വപ്നിൽ എന്റേതാകും എന്ന പ്രതീക്ഷ എനിക്ക് സംതൃപ്തി നൽകുന്നു. സ്വപ്നിലിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലും പപ്പയുടെ പ്രതീക്ഷയും. സ്വപ്നിലിന്റെ പേര്. എന്റെ സാഹസിക വിനോദങ്ങളുടെ ചെലവിനെക്കുറിച്ച് പപ്പ ചോദിച്ചു. ഞാൻ സത്യം പറഞ്ഞു. രാശീലിന്റെ ഭർത്തൃസഹോദരൻ സ്വപ്നിൽ കൂടെ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം വളരെ നല്ലൊരു പയ്യനാണെന്നും എല്ലാ സാഹസികതകൾക്കും എന്നെ പ്രോത്സാഹിപ്പിച്ചത് അദ്ദേഹമാണെന്നും ഞാൻ പറഞ്ഞു. സാമ്പത്തിക വേദനയും പ്രതീക്ഷയും. തങ്ങളുടെ മേൽ വലിയൊരു കടബാധ്യത വന്നതായി പപ്പയ്ക്ക് തോന്നി. എന്നാൽ സ്വപ്നിലിന് എന്റെ പ്രായമാണെന്നും അദ്ദേഹം അവിവാഹിതനാണെന്നും അറിഞ്ഞപ്പോൾ പപ്പയ്ക്ക് തന്റെ മകൾക്ക് അനുയോജ്യനായ ഒരു വരനെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ടായി. രാത്രി മുഴുവനുള്ള ചിന്ത. പപ്പ ഉറക്കം വരുന്നു എന്നൊഴികിഴിവ് പറഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ സ്വപ്നിലിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ പപ്പ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നി. പ്രതീക്ഷിക്കാത്ത കോൾ. ഏകാന്തതയും പ്രണയവും. രാത്രിയിൽ ഞാൻ കിടക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ക്രമീകരണത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എങ്ങനെയാണ് ദൈവം എനിക്കായി സ്വപ്നിലിനെ സൃഷ്ടിച്ചതെന്ന്. വികാരങ്ങൾക്ക് വിരാമം. ഞാൻ സ്വപ്നിലിനൊപ്പം എന്റെ സങ്കല്പലോകത്ത് വിഹരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്റെ മൊബൈലിൽ സ്വപ്നിലിനായി ഞാൻ സെറ്റ് ചെയ്ത റിംഗ്ടോൺ മുഴങ്ങിയത്. സ്വപ്നിൽ എന്നെ വിളിച്ചിരിക്കുന്നു. ഞാനിതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങളുടെ ഉള്ളിലെ പ്രണയം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാനുള്ള നിമിഷമാണോ ഇത്? പപ്പ തന്റെ മകളെ അമേരിക്കയിലേക്ക് അയക്കാൻ തയ്യാറാകുമോ? പൂർണ്ണമാകാത്ത പ്രണയം. പിതാവിന്റെ അനുഗ്രഹം. പിന്നെ ആവേശകരമായ ഒരു കോളും. പ്രേം അൻമോൾ ഹോദ ഹൈവാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 61. കുറ്റബോധം. അമേരിക്കയുടെ വിവരണം. സ്വപ്നിലിനെക്കുറിച്ചുള്ള പുതിയ പ്രതീക്ഷ. ഞാൻ ഒന്നും പ്രതികരിക്കാതിരുന്നപ്പോൾ പപ്പ തന്നെ പറഞ്ഞു, വാണി, ഇന്ന് നിന്നെയും നിന്റെ പ്രവൃത്തികളെയും കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ കുറ്റബോധം തോന്നുന്നു. നീ എന്റെ മകളാണ്. ഏതൊരു മകനേക്കാളും ഒട്ടും കുറവല്ല നീ എന്ന് എനിക്ക് ഇന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. നിന്റെ ഇഷ്ടപ്രകാരം പഠിക്കാൻ ഞാൻ നിനക്ക് അവസരം നൽകിയില്ല. ഇതുവരെ നിന്റെ വിവാഹം നടത്തിത്തരാനും എനിക്ക് കഴിഞ്ഞില്ല. ഒരു പിതാവെന്ന നിലയിൽ ഇത് എന്റെ പരാജയമാണ്. ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് വെറും പച്ചക്കള്ളം മാത്രമായിരിക്കും. പപ്പയുടെ ശബ്ദത്തിൽ പശ്ചാത്താപം വ്യക്തമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഇന്നലെ രാത്രി എനിക്കുണ്ടായ ചിന്തകളെ ഓർമ്മിപ്പിച്ചു. പപ്പ, വിധിയുടെ മുന്നിൽ നിങ്ങൾക്കോ എനിക്കോ മറ്റാർക്കെങ്കിലുമോ ഒന്നും ചെയ്യാൻ കഴിയില്ല. പഴയ കാര്യങ്ങൾ ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കേണ്ട. നിങ്ങൾക്ക് ലഭിച്ച സാഹചര്യങ്ങളിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങളെ അസാധാരണനാക്കുന്നു. നിങ്ങളെപ്പോലെ ഒരു കടമയുള്ള പിതാവോ മകനോ സാധാരണക്കാരനാകില്ല. പണ്ട് ഞാൻ എന്ത് ആഗ്രഹിച്ചു എന്നത് വിട്ടേക്കൂ. ഇന്ന് ഞാൻ എങ്ങനെയുള്ളവളാണോ അതിലെനിക്ക് അഭിമാനമുണ്ട്. ഞാൻ വളരെ സന്തോഷവതിയാണ്. ഈ സത്യം പറഞ്ഞ് പപ്പയുടെ കുറ്റബോധം മാറ്റാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ഇങ്ങനെയും ചിന്തിക്കുകയാണ്. ഞാൻ തൃശ്ശിനാപ്പള്ളിയിൽ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അൽക്കമാമിനെയോ രാശീലിനെയോ അറിയുമായിരുന്നില്ല. ഒരിക്കലും സ്വപ്നിലിനെ കാണുമായിരുന്നില്ല. സ്വപ്നിലിനെ ഓർക്കുമ്പോൾ പപ്പ എന്റെ അമേരിക്കൻ ജീവിതത്തെക്കുറിച്ച് ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ടെലിപ്പതി അതിന്റെ സാന്നിധ്യം കാണിച്ചു. വാണി, നിന്റെ അമേരിക്കൻ യാത്രയും അവിടെ രാശീലിനൊപ്പം ചിലവഴിച്ചതും നിനക്ക് സന്തോഷം നൽകിയോ? പപ്പ ചോദിച്ചു. അൽക്കമാമിന്റെ വീട്ടിൽ വെച്ച് പപ്പ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർത്തു. അമേരിക്കയിലേക്ക് പോയ എന്റെ മകൾ തിരിച്ചുവന്നപ്പോൾ പണ്ടത്തേക്കാൾ സുന്ദരിയായിരിക്കുന്നു. പപ്പ നേരത്തെ തന്നെ എന്റെ മുഖഭാവങ്ങൾ കണ്ട് ഞാൻ അവിടെ എത്ര സന്തോഷവതിയായിരുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നു. വാക്കുകളുടെ ആവശ്യമില്ല. അദ്ദേഹം എല്ലാം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. മനുഷ്യർ തങ്ങൾക്ക് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ വാക്കുകളിലൂടെ വിവരിക്കാനും കേൾക്കാനും ആഗ്രഹിക്കുന്നു. ആ സഹജസ്വഭാവം പപ്പയിലും എന്നിലുമുണ്ട്. പപ്പ ഇപ്പോൾ ആ ആവേശത്തിലാണ്. എന്റെ യാത്ര വിവരിച്ച് സ്വപ്നിലിനൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ വീണ്ടും ഓർക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു.
ഞാൻ പപ്പയോട് അവിടെ ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ ആവേശത്തോടെ വിവരിച്ചു. രാശീലിന്റെ മകൾ പരിഷ്ണി വളരെ സുന്ദരിയാണ്, രാശീലിനേക്കാളും എന്ന് ഞാൻ പറഞ്ഞു. എന്റെ വിവരണം കേട്ട് പപ്പ വളരെയധികം സന്തോഷിച്ചു. നോക്കൂ, അവസരം ലഭിച്ചപ്പോൾ നീ എന്തെല്ലാം പഠിച്ചു, എത്രമാത്രം ധൈര്യം കാണിച്ചു. നിന്നെ ഞാൻ തൃശ്ശിനാപ്പള്ളിയിൽ പഠിക്കാൻ വിട്ടിരുന്നെങ്കിൽ ഇന്ന് നീ ഒരു വിജയകരമായ എഞ്ചിനീയറായി ഒരുപക്ഷെ അമേരിക്കയിൽ തന്നെ താമസിക്കുമായിരുന്നു. പപ്പ ഒരേ സമയം അഭിമാനിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു. പപ്പയുടെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. പണ്ട് എന്നെ തൃശ്ശിനാപ്പള്ളിയിലേക്ക് പോലും അയക്കാത്ത അദ്ദേഹമാണ് ഇപ്പോൾ ഞാൻ അമേരിക്കയിൽ താമസിച്ചേനെ എന്ന് സങ്കൽപ്പിക്കുന്നത്. ഇതിനർത്ഥം സ്വപ്നിലുമായുള്ള എന്റെ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞാൽ അദ്ദേഹം എതിർക്കില്ല എന്നാണ്. എന്റെ ഉള്ളിൽ വലിയ സന്തോഷം തോന്നി. ഇനി തീരുമാനം എന്റെ കയ്യിലാണ്. വിവാഹം കഴിക്കില്ലെന്ന എന്റെ വാശി ഞാൻ ഉപേക്ഷിക്കണം. അതുപോലെ ഇന്ത്യയിൽ തന്നെ നിൽക്കണമെന്ന മോഹവും മാറ്റണം. എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞാൽ സ്വപ്നിലുമായുള്ള എന്റെ വിവാഹത്തിന് ഇനി തടസ്സങ്ങളുണ്ടാകില്ല. വേനൽച്ചൂടിന് ശേഷം പെയ്യുന്ന ആദ്യ മഴ ഭൂമിക്ക് എത്രത്തോളം സംതൃപ്തി നൽകുന്നുവോ, സ്വപ്നിൽ എന്റേതാകും എന്ന പ്രതീക്ഷ എനിക്ക് അത്രത്തോളം ആശ്വാസം നൽകുന്നു. സ്വപ്നിലിന്റെ ഭാര്യയാകും എന്ന സങ്കല്പം എന്റെ മനസ്സിനെ മയിലിനെ പോലെ നൃത്തം ചെയ്യിക്കുന്നു. ഞാൻ എന്റെ ചിന്തകളിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് പപ്പ എന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഞാനത് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് നാണം തോന്നി. ഉടനെ തന്നെ പപ്പയോട് എന്ത് പറയണമെന്ന് ഞാൻ ചിന്തിച്ചു. പപ്പ, എന്തിനാണ് പഴയ കാര്യങ്ങൾ ഓർത്ത് വീണ്ടും വീണ്ടും വിഷമിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിന്റെ പശ്ചാത്താപം മാറ്റുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. അപ്പോൾ പപ്പയുടെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹം കൈകൊണ്ട് കണ്ണ് തുടച്ച് മനസ്സിനെ നിയന്ത്രിച്ചു. വാണി, രാശിയിൽ ഓപ്പറേഷൻ വഴിയാണ് കുഞ്ഞിന് ജന്മം നൽകിയത്. അപ്പോൾ നീ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇതെല്ലാം നടന്നു കണ്ടതും പഠിച്ചതും? ഇതിന് നല്ല ചിലവും വന്നിട്ടുണ്ടാവുമല്ലോ. ഇതെല്ലാം എങ്ങനെ സാധിച്ചു? പപ്പ ചോദിച്ചു. ഞാൻ ആഗ്രഹിച്ച ചോദ്യം പപ്പ ചോദിച്ചു. ഇനി സ്വപ്നിലിനെക്കുറിച്ച് എത്ര പറയണം, എത്ര മറയ്ക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. ഞാൻ പപ്പയോട് നുണ പറയില്ല. എന്നാൽ അദ്ദേഹത്തിന് അനാവശ്യമായ സംശയം ഉണ്ടാകാത്ത രീതിയിൽ എത്ര പറയണമോ അത്രയും മാത്രം പറയാൻ തീരുമാനിച്ചു. പപ്പ ഞാൻ ഒരിടത്തും തനിയെ പോയിട്ടില്ല. വാരാന്ത്യങ്ങളിൽ രാശീലിന്റെ അനിയൻ സ്വപ്നിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹം തന്നെയാണ് എന്നെ സർഫിംഗ്, കുതിരസവാരി എന്നിവ പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചത്. സാഹസിക വിനോദങ്ങൾക്കെല്ലാം അദ്ദേഹമാണ് പ്രചോദനം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കുതിരസവാരിയും സർഫിംഗും എല്ലാം കുറച്ചു ദിവസങ്ങൾ കൊണ്ട് പഠിച്ചോ? പപ്പയുടെ ആകാംക്ഷ അവസാനിച്ചില്ല. സ്വപ്നിലിന് എല്ലാ ദിവസവും എനിക്കായി സമയം കണ്ടെത്തുക എന്നത് പ്രായോഗികമല്ല എന്ന് പപ്പയും മനസ്സിലാക്കി. ഇല്ല പപ്പ, സർഫിംഗിനായി 1 മാസവും കുതിരസവാരിക്കായി 20 ദിവസവും ക്ലാസ് എടുത്തു. സ്വപ്നിൽ ഏർപ്പാടാക്കിയ ഡ്രൈവറുടെ കൂടെയാണ് ഞാൻ പോയിരുന്നത്. ലേഡി ട്രെയിനർമാരെയും സ്വപ്നിൽ തന്നെ ഏർപ്പാടാക്കി. എന്റെ കയ്യിൽ ഇതിനെല്ലാം പണമില്ലായിരുന്നു. എന്നാൽ അവർ വളരെ സമ്പന്നരാണ്. ആദിത്യ മര്യാദയായി എന്റെ ചിലവുകളെല്ലാം രാശിയിലും സ്വപ്നിലും വഹിച്ചു എന്ന് നന്ദിയോടെ ഞാൻ പറഞ്ഞു. അതായത് അവർ നമ്മുടെ മേൽ വലിയൊരു കടബാധ്യത വരുത്തിവെച്ചു എന്നാണല്ലോ. രാശീലിന് ഒരു അനിയനുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. സ്വപ്നിലിന് കല്യാണം കഴിഞ്ഞതാണോ? അദ്ദേഹത്തിന്റെ വയസ്സെത്ര? സാമ്പത്തികമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദന പപ്പയിൽ കണ്ടു. അദ്ദേഹം സ്വപ്നിലിനെക്കുറിച്ച് ആലോചനയിലായി. തന്റെ മകൾക്ക് യോജിച്ച ഒരു വരനെക്കുറിച്ച് അറിയുമ്പോൾ ഒരു പിതാവിനുണ്ടാകുന്ന ആ പ്രതീക്ഷ അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ടു. അത് കണ്ട് ഞാൻ സന്തോഷിച്ചു. പപ്പ, സ്വപ്നിലിന് ഏകദേശം എന്റെ അത്ര തന്നെ പ്രായം വരും. നിലവിൽ അദ്ദേഹം അവിവാഹിതനാണ് എന്ന് ഞാൻ സത്യം പറഞ്ഞു. മോളെ, എനിക്ക് ഉറക്കം വരുന്നു, നീയും കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് പപ്പ കോട്ടുവായിട്ടു. അദ്ദേഹത്തിന് ഇനി സംസാരിക്കാൻ താൽപ്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഏതോ ഒരു ചിന്ത ആഴത്തിൽ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ സ്വപ്നിലിനെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ പപ്പ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കും. എന്റെ മുറിയിലേക്ക് വരുമ്പോൾ ഈ ആലോചനയോടെ ഞാൻ പുഞ്ചിരിച്ചു. ഞാൻ കിടന്നു എങ്കിലും ഉറക്കം വരുന്നില്ല. സ്വപ്നിലിനെക്കുറിച്ച് പറഞ്ഞത് പപ്പയെ വിഷമിപ്പിച്ചിരിക്കുമോ? ചിലപ്പോഴെല്ലാം ഞാൻ സ്വപ്നിലിനോട് എത്രത്തോളം അടുത്തിരുന്നു എന്ന് പറഞ്ഞില്ല. ഒരു ഭാരതീയ പെൺകുട്ടിയും തന്റെ പിതാവിനോട് അത്തരം കാര്യങ്ങൾ പറയില്ലല്ലോ. ഈ സംശയം മാറാൻ ഞാൻ കൊച്ചു പരിഷ്ണിയെ ഓർത്തു. ഭഗവാൻ ഈ സൃഷ്ടി എത്ര അത്ഭുതമായാണ് ഒരുക്കിയതെന്ന് ഞാൻ ചിന്തിച്ചു. പ്രാണികളുടെ വർഗവർദ്ധനവിനായി സ്ത്രീപുരുഷന്മാർക്കിടയിൽ ആകർഷണം അത്ര സ്വാഭാവികമായാണ് ദൈവം വെച്ചിരിക്കുന്നത്. ഈ ആകർഷണത്തിന്റെ പ്രഭാവം അമേരിക്കയിൽ വെച്ചാണ് ഞാൻ അറിഞ്ഞത്. ഒരുപക്ഷെ ദൈവം എനിക്കായി സ്വപ്നിലിനെ സൃഷ്ടിച്ചു കാണും. അതുകൊണ്ടാണ് ഇതെല്ലാം നടന്നത്. എന്റെ മനസ്സ് വീണ്ടും സങ്കല്പങ്ങളിലേക്ക് പോയി. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കാമുകനെക്കുറിച്ചുള്ള ഇത്തരം കുസൃതി ചിന്തകൾ ഏതൊരു യുവതിക്കും ഉണ്ടായേക്കാം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നതിനേക്കാൾ സ്വപ്നിലിനൊപ്പം എന്റെ സങ്കല്പലോകത്ത് വിഹരിക്കാനാണ് എനിക്കിപ്പോൾ താൽപ്പര്യം. അപ്പോഴാണ് എന്റെ മൊബൈലിൽ സ്വപ്നിലിന്റെ കോൾ റിംഗ്ടോൺ മുഴങ്ങിയത്. എന്റെ ചിന്തകൾ പെട്ടെന്ന് നിശ്ചലമായി. സ്വപ്നിൽ വിളിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ജെമിനായി അവലോകനം, സർഗാത്മക മാർഗനിർദ്ദേശങ്ങൾ, അവതരണ നിർദ്ദേശങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, എപ്പിസോഡ് 61 പ്രണയം, സഹതാപം, ആത്മബോധം എന്നിവയുടെ സംഗമമാണ്. ഒരു പിതാവിന്റെ കഴിഞ്ഞകാല ത്യാഗങ്ങൾ തന്റെ മകളുടെ ഭാവി തീരുമാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഇത് കാണിച്ചു തരുന്നു. ഭൂതവും വർത്തമാനവും തമ്മിലുള്ള സംഗമം,
നീരജജി തന്റെ പരാജയം സമ്മതിക്കുന്നതും വാണി തന്റെ പിതാവിന്റെ ത്യാഗങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നതും ഏറെ വൈകാരികമായ നിമിഷമാണ്. ഇവരുടെ ബന്ധത്തിലെ പക്വത ഇതിൽ കാണാം. ടെലിപ്പതി പ്രസംഗം. വാണിയും നീരജജിയും തമ്മിലുള്ള വാക്കുകൾ ആവശ്യമില്ലാത്ത ആഴത്തിലുള്ള ബന്ധത്തെ ഇത് സൂചിപ്പിക്കുന്നു. വാണിയുടെ നിർണായക തീരുമാനം, വിവാഹം കഴിക്കില്ലെന്ന വാശി ഉപേക്ഷിക്കാനും അമേരിക്കയിലേക്ക് പോകാനും വാണി തയ്യാറാകുന്നത് കഥയിലെ വലിയ മടുപ്പാണ്. വേനൽച്ചൂടിന് ശേഷം പെയ്യുന്ന മഴയുടെ രൂപകം അവളുടെ പ്രതീക്ഷയെ മനോഹരമായി വർണ്ണിക്കുന്നു. എപ്പിസോഡ് 61 അവസാനിച്ചു.